പാറ്റേൺ എങ്ങനെയാണ് ഈസി ആയിട്ട് വരക്കണേന്ന് പഠിച്ചാലോ? ഇന്ന് തുടക്കം തന്നെ ഒരു ടിപ്പ് പറഞ്ഞുകൊണ്ടെങ്കിൽ തുടങ്ങാം. നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ രണ്ട് സൈഡിൽ ഇതുപോലെ ഓരോ ഡോട്ട്സ് ഇട്ട് കൊടുത്ത് ആ ഡോട്ട്സിന് തമ്മിൽ കണക്ട് ചെയ്ത് നമ്മൾ വരയ്ക്കുന്ന ലൈനിന് കുറച്ചുകൂടെ നല്ല പെർഫെക്ഷൻ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ അടുപ്പിച്ച ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4 ലൈൻസ് വരച്ചു കൊടുക്കണേ. ലൈൻ വരച്ചാൽ എന്താണ് മീൻ? അത് തന്നെ ഹമ്പ്. അപ്പൊ ഒരു സെറ്റ് ഹമ്പ് അങ്ങ് വരച്ചു കൊടുത്തോ. പിന്നെ ഈ ഹമ്പിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കുറെ ഡോട്ട്സും കൂടെ ഇങ്ങനെ അടുപ്പിച്ച് വരച്ചു കൊടുക്കണേ. ഇത്രയും വരച്ചതിന് നമ്മൾ വരച്ചേക്കുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് അങ്ങ് തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. ഇനി ഒരു ലേശം ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും 4 ലൈൻസ് അടുപ്പിച്ച് വരച്ചു കൊടുക്കുക. ഇനി ഈ കാണുന്ന ഏരിയയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 3 ലൈൻസ് അടുപ്പിച്ച് വരച്ചു കൊടുക്കുക. അതിൽ 2 3 കൂടെ ജോയിൻ ചെയ്ത് അങ്ങ് തിക്ക് ലൈൻ ആക്കുക. വീണ്ടും ഒരു സിംഗിൾ ലൈനോട് ഇട്ട് കൊടുക്കണേ. ഈ സെയിം സംഭവം തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് റിപ്പീറ്റ് ചെയ്യുക. പിന്നെ ഈ ഇടുന്ന ഗ്യാപ്പ് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ് വന്നു കേട്ടോ. ഇനി വരച്ചേക്കുന്ന മിഡിലിൽ നിന്ന് 2 സൈഡിലേക്കും ഇതുപോലെ 2 ലീഫ് അങ്ങ് വരച്ചു കൊടുക്കുക, അഥവാ കണ്ണിന്റെ ഷേപ്പ്. ഇനി ഈ 2 ലീഫിന്റെ മിഡിലേക്ക് ഇതുപോലെ ഒരു സ്പൈറൽ അങ്ങ് വരച്ചു കൊടുക്കണേ. എന്നിട്ട് ഈ സ്പൈറലിന് ചുറ്റും ഇതുപോലെ 5 പെറ്റൽസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സെയിം സംഭവം തന്നെ അങ്ങ് റിപ്പീറ്റ് ചെയ്തോ. ഇനി നമ്മൾ വരച്ചേക്കുന്ന ലൈൻസ് ഇല്ലേ, അതിന്റെ 2 3 കൂടെ ജോയിൻ ചെയ്ത് അങ്ങ് തിക്ക് ലൈൻ ആക്കിക്കോ. ഇതിന്റെതായിട്ട് ഒരു സെറ്റ് ഹമ്പോട് കൊടുക്കാൻ മറക്കണ്ട. ഇനി നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ലീഫും പെറ്റൽസ് ഒക്കെ ഇല്ലേ, അതിനെ ഒന്നോടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ ബോക്സിന്റെ ഉള്ളിൽ ഇതുപോലെ അങ്ങ് ഫിൽ ആയി കൊടുക്കണേ. ഇതുപോലെ തന്നെ 4 ബോക്സും ഫിൽ ആയി കൊടുക്കുക. ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ഹമ്പിന്റെ മേലെ കൂടെ ഇതുപോലെ ഡോട്ട്സോട് കൊടുത്തേ നമ്മുടെ പരിപാടി. അപ്പൊ ഇന്നത്തെ ഡിസൈൻ എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.